നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ന് അതീവ വോളറ്റൈലായിട്ടുള്ളൊരു മാർക്കറ്റാണ് നമുക്ക് കിട്ടിയത്. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യു എസ് യൂറോപ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവായിരുന്നു. എസ്പെഷ്യലി US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും എല്ലാം തന്നെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത IT കമ്പനീസിലും ആ ഒരു ഇടിവുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇൻഫോസിസിലും വിപ്രോയിലും. ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും റിഫ്ലക്ട് ചെയ്തത്. എസ്പെഷ്യലി IT കമ്പനീസിൽ സിവിയർ സെല്ലിംഗ് പ്രഷർ കണ്ടു. ഇന്നലെ ഇടിഞ്ഞ ബാങ്കിങ് സെക്ടർ, പ്രധാനമായിട്ടും ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള കുറച്ച് ബാങ്കുകൾ ഇന്ന് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഇന്ന് പ്രധാന ഒരു ഡേറ്റ വരുന്ന ദിവസമായിരുന്നു ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ. അതെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ വിശദമായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ആദ്യം നിഫ്റ്റി ഇന്ന് 27 പോയിൻറ്റും സെൻസെക്സ് 73 പോയിൻറ്റും റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫിൻനിഫ്റ്റി 124 പോയിൻറ്റ് പ്ലസ് ആയിട്ടും ബാങ്ക് നിഫ്റ്റി 200 പോയിൻറ്റ് പ്ലസ് ആയിട്ടും ക്ലോസ് ചെയ്തു. ഇൻഡസ്ഇൻഡ് ബാങ്ക് 5% റിക്കവറി രേഖപ്പെടുത്തി. ഇന്നലെ ഇൻഡസ്ഇൻഡ് ബാങ്ക് 27% ഒരു ഫോൾ ഉണ്ടായതായിരുന്നു. HDFC ബാങ്കും കൊട്ടാക് ബാങ്കും ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ മികച്ച കോൺട്രിബ്യൂഷൻ നൽകിയത്. കൂടാതെ ടാറ്റ മോട്ടോഴ്സും ഇന്ന് 3% ഗെയിൻ രേഖപ്പെടുത്തി. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ സ്റ്റോക്കുകളുടെ ന്യൂസുകളിൽ പറയും. അപ്പോൾ ഇന്ന് മുൻനിര IT കമ്പനീസായിട്ടുള്ള ഇൻഫോസിസ്, വിപ്രോ, ടെക്കം തുടങ്ങിയ കമ്പനീസ് തന്നെയാണ് നിഫ്റ്റി 50യിൽ ടോപ്പ് ലൂസേഴ്സായിട്ട് ഉള്ളത്. ഇന്നലെ സ്റ്റാർലിങ്കായിട്ട് ബിസിനസ് കരാറിൽ ഏർപ്പെട്ട എയർടെൽ നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിൽ കൂടിയും ഇന്നത്തെ ആ ഒരു ഹൈ ഫർദറായിട്ട് മുകളിലേക്ക് പോകാനായിട്ട് ഈ എയർടെലിന് സാധിച്ചില്ല. കാരണം ജിയോ സ്റ്റാർലിങ്കായിട്ട് ഇതേ കരാറിൽ ഏർപ്പെട്ടു. അപ്പോൾ അങ്ങനെ എലൻ മസ്കിൻ്റെ ടെസ്ല കൂടാതെയുള്ള ഈ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങൾ വഴി ഇൻ്റർനെറ്റുകളെല്ലാം തന്നെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് സ്റ്റാർലിങ്ക്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഉക്രൈൻ വാർ അല്ലെങ്കിൽ ആ ഒരു സമയത്തെല്ലാം തന്നെ ഉക്രൈനിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഈ എലൻ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ആണ്. ടവറുകളുടെ ഒന്നും തന്നെ ഹെൽപ്പ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ ഇന്ന് ഇൻഡസ് ടവർ ആണ് നിലവിൽ ഐഡിയക്കും എയർടെലിനും എല്ലാം തന്നെ ഈ ടവറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടും മൊബൈലിന് വേണ്ടിയിട്ടും. അപ്പോൾ ഈ സ്റ്റാർലിങ്ക് ഒരേ സമയം എയർടെല്ലുമായിട്ടും ജിയോയുമായിട്ടും ഈ ബിസിനസ് കരാർ ഏർപ്പെട്ടപ്പോൾ അതിൽ ഗുണം കിട്ടിയത് ഈ ഒരു ജിയോയും എയർടെല്ലും ആയിരുന്നെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാവാൻ പോകുന്നത് ഈ ഒരു നമ്മുടെ ഇൻഡസ് ടവറാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇൻഡസ് ടവർ 5% ഒരു ഫോള് കണ്ടത്. അപ്പോൾ ബാക്ക് ടു ഈ സ്റ്റാർലിങ്ക് എന്ന് പറയുമ്പോൾ ഈ എയർടെല്ലിന് ഓൾറെഡി തന്നെ സ്റ്റാർലിങ്കിന് സമാന്തരമായിട്ടുള്ളൊരു കമ്പനി ഉണ്ട്. അത് ബ്രിട്ടൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ എയർടെല്ലിന് ഒരേ സമയം സ്റ്റാർലിങ്കും ഉണ്ട്, എയർടെല്ലിൻ്റെ ഇൻബിൽറ്റ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയുള്ള കമ്പനീസും ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ എയർടെൽ ആഫ്രിക്കയിലാണ് ആ ബിസിനസ്സുകളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ത്യയുടെ എല്ലാ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, മലകളിലും, കുന്നുകളിലും, അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിൽ വരെ ഇനിയിപ്പോൾ ഇൻ്റർനെറ്റ് കിട്ടുമെന്നുള്ളതാണ്. നിലവിൽ തന്നെ ഇത്രയധികം ഇൻ്റർനെറ്റ് ആയപ്പോൾ നമ്മളുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ബിസിനസ്സുകൾ വളരെയധികം ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. സ്വിഗ്ഗി, സൊമാറ്റോ, നാട്ടുമ്പുറങ്ങളിൽ എല്ലാം തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ എത്തിയിരിക്കുന്നത് ഈ ഒരു ഇൻ്റർനെറ്റ് റവല്യൂഷൻ കാരണമാണ്. അപ്പോൾ അതിന് വലിയൊരു കുതിപ്പുണ്ടാകാൻ പോവുകയാണെന്നുള്ളതാണ് ഈ എലൻ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് പ്രൊജക്റ്റ് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ. സ്റ്റിൽ ഇന്ത്യയിലെ 33% ആളുകൾ മാത്രമാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത്രയധികം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള രാജ്യമല്ല ഇന്ത്യ. നമുക്ക് പിന്നീടൊരു അവസരത്തിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരുന്നു ഇന്ന് എല്ലാ ആളുകളും കാത്തിരുന്ന ഡേറ്റ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 5.09 നിന്ന് ഇപ്പോൾ അത് 3.61 കുറഞ്ഞു വന്നിട്ടുള്ളത് വളരെയധികം ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണത്തെ ഏറ്റവും റീസെൻ്റായിട്ട് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുള്ളത്. കൂടാതെ ആ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് GDP ഡേറ്റ പോസിറ്റീവായ രീതിയിൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ക്വാർട്ടറിൽ നമുക്ക് മികച്ച GDPയും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് FISൻ്റെ കണ്ണ് തുറപ്പിച്ചേക്കാമെന്നുള്ള രീതിയിലുള്ള 2 പുതിയ ഡേറ്റകളാണ് ഉള്ളത്. പക്ഷേ സ്റ്റിൽ ഇന്ന് US ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് 7 മണിക്ക് വരും. അപ്പോൾ അതും വളരെയധികം ക്രൂഷ്യലാണ്. ഇനി US ഡോളർ ഇൻഡെക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് FISൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ, എത്രമാത്രം സെല്ല് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതൊക്കെ വഴിയേ വരും. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ SIP എല്ലാം തന്നെ ഡിക്ലൈൻ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് HDFC AMC, CDSL,
ക്യാമ്പ്സ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇത് നെഗറ്റീവായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. സി ഡി എസ് എല്ലാം തന്നെ 1900 റേഞ്ചിൽ നിന്നൊക്കെ ഇപ്പോൾ 1000 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ മൊണോപ്പൊളി കമ്പനിയാണല്ലോ സി ഡി എസിൽ. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആകെ 2 ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് നമുക്കുള്ളത്, സി ഡി എസിലും എൻ എസ് ടിയിലും. ഇതിൽ എൻ എസ് ടിയിൽ ഐ പി ഒയിലേക്ക് കടന്ന് വരുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്, അതൊക്കെ വെയിറ്റിംഗ് ആണ്. പക്ഷേ സ്റ്റിൽ ഈ സി ഡി എസിൽ പോലുള്ള സ്റ്റോക്കുകൾ ഈ ഒരു എസ് ഐ പിയുടെ കുറവും കൂടാതെ ഐ പി ഒ നമുക്ക് ഈ ഒരു വർഷം ഈ ഒരു കലണ്ടർ ഇയറിൽ ഐ പി ഒസിൽ നിന്ന് തന്നെ വെയിറ്റിംഗ് ആണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതും സി ഡി എസിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു. രാംകോ സിമെൻറ്റ്, ഡാൽമിയ സിമെൻറ്റ് സ്റ്റോക്കുകൾ ഇന്ന് ഫോളോ ചെയ്ത് രേഖപ്പെടുത്തി. തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ് ലൈം സ്റ്റോൺ ലെവി ഏർപ്പെടുത്തിയതാണ് സ്റ്റോക്ക് ഇന്ന് ഇടിയാനായിട്ട് പ്രധാന കാരണം. ഇൻഫോസിസിലെല്ലാം തന്നെ നിഫ്റ്റിയുടെ ഡൗൺഫോളിന് 55 പോയിൻ്റാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ആക്സിസ് ബാങ്ക് കാരണം 17 പോയിൻ്റ് നിഫ്റ്റി ഇടിഞ്ഞു. ഈ ഇൻഫോസിസ് 55 പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. കൊട്ടാക് ബാങ്ക് എന്നാൽ 15 പോയിൻറ്റിൻ്റെ അപ്സൈഡിന് കാരണമായി. എച്ച് ഡി എഫ് സി ബാങ്ക് 47 പോയിൻറ്റിൻ്റെ അപ്സൈഡിന് കാരണമായി. ഇൻഫോസിസും ടെക്കമ്മും ഇന്ന് 4% ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. യു എസ് ഫ്യൂച്ചർ തിരിച്ചെത്തി. യൂറോപ്യൻ മാർക്കറ്റിൽ ഓൾറെഡി സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായുള്ളൂ. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും യു എസ് മാർക്കറ്റിനേക്കാളും നല്ല രീതിയിൽ പെർഫോമൻസ് നൽകുന്നത് യൂറോപ്യൻ മാർക്കറ്റാണ്. റീസെൻ്റായിട്ട് യൂറോപ്യൻ സെൻട്രൽ ഗവൺമെൻറ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുക വഴി അവിടെ കുറച്ചും കൂടി ആ ഒരു സ്റ്റിമുലസ് പാക്കേജുകളെല്ലാം തന്നെ ഉണ്ട്. അവിടെ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണാൻ സാധിക്കും. എനിവേ നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. ഏറ്റവും താഴെ കാണാം യു കെ മാർക്കറ്റ്. FTSE അല്ലേ, എത്ര പോയിൻ്റ് അപ്പാണ്? 0.5% അപ്പാണ്. CAC 40 ഫ്രാൻസ് പോയിൻ്റ് എത്ര പോയിൻ്റ് അപ്പാ? 1.24%. ഡാക്സ് ജർമ്മൻ പോയിൻ്റ് എത്ര പോയിൻ്റ് അപ്പാ? 1.68%. ഇന്ന് ഇന്ത്യ വിക്സ് 2.7% ഫോൾ ഉണ്ടായി. ഡോ ഫ്യൂച്ചർ കാണാം 245 പോയിൻറ്റ് പ്ലസ്സാണ്. ഏഷ്യൻ മാർക്കറ്റൊക്കെ നമ്മൾ പ്രകടനം കഴിഞ്ഞു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ് കോയിൻ 1800 പോയിൻറ്റ് ഉയർന്ന് 83 ആണ് ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ സ്പോട്ട്. ബ്രൻ്റ് ഓയിൽ 70 ആണ്. ഗോൾഡ് ഇന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $2913 എന്ന നിലയിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ മാർക്കറ്റ് 1.32% ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അവസ്ഥ, ലോക്കൽ അവസ്ഥകൾ. നമ്മുടെ ന്യൂസുകൾ എന്ന് പറയുന്നത് സ്റ്റോക്കുകളുടെ ന്യൂസ് മാത്രമല്ല, എൻ്റയർ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ന്യൂസുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ചാനൽ നിങ്ങൾ സജക്റ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങളൊരു മോശം ചാനലായിരിക്കില്ല സജക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഡേറ്റാസ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സജക്റ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് നല്ലൊരു ചാനലാണ് എന്നുള്ള ഒരു ബോധ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകാം. കാരണം വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചാനലിലൂടെ ചെയ്യുന്നില്ല. ഈവൻ ഇപ്പോൾ സ്റ്റോക്കുകളുടെ പേര് ഡിസ്പ്ലേ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരുപാട് കമൻറ്റിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. നിലവിലുള്ള സെബിയുടെ റൂൾസ് എല്ലാം തന്നെ പാലിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ ചാനൽ ഏകദേശം ഒരു 5 വർഷമായിട്ട് അതേ റൂൾസ് എല്ലാം തന്നെ പാലിച്ച് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും നമുക്ക് മുന്നോട്ട് ബഹുദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സെബി അങ്ങനെയുള്ള റൂൾസിൽ ഇളവ് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം. നമുക്ക് അങ്ങനെ സ്റ്റോക്കുകളുടെ പേര് അവിടെ എഴുതുന്നതിന് യാതൊരു ജോലി കൂടുതലൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മനസ്സിലാക്കുക. യുഫ്ലക്സ് കമ്പനി അവർ 317 കോടി രൂപ റീസൈക്ലിംഗ് പ്ലാന്റ് നോയിഡയിൽ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി ഇവർക്ക് 21 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി 2463 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ടാറ്റ മോട്ടേഴ്സ് GLRന് വേണ്ടിയിട്ട് EV പ്ലാന്റുകൾ ഇന്ത്യയിൽ ചെയ്യാൻ പോകുകയാണ്. $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. TCS IT കമ്പനിയാണ്. ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവുകയാണ്. ഇൻഡസ് ടവർ നമ്മൾ നേരത്തെ കണ്ടാണ്. സ്റ്റാർലിങ്കിൻ്റെ എൻട്രി ഫിയർ കാരണം ഇന്ന് ഫോളായി. JK ലക്ഷ്മി സിമെൻറ്റ് കമ്പനി അവർ ആസാമിൽ 11,000 കോടി രൂപയുടെ പുതിയ സിമെൻറ്റ് പ്ലാന്റ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു എന്നുള്ള ന്യൂസ് JK ലക്ഷ്മി സിമെൻറ്റിനെ സംബന്ധിച്ചുണ്ട്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് അവർ സുക്കൂൺ കമ്പനിയായിട്ട് സീനിയർ സിറ്റിസിന് വേണ്ടിയിട്ടുള്ള ട്രാവൽ പ്രോഗ്രാംസ് എല്ലാം തന്നെ ചെയ്യാൻ ധാരണയായി. ആസാദ് എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ പുതിയ മിസ്തുബിഷിക്ക് വേണ്ടിയിട്ട് ഹൈദരാബാദിൽ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. പ്രദീപ് ഫോസ്ഫേറ്റ് കമ്പനി ഗോവയിൽ കമ്പനിയുടെ അമോണിയ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ള ന്യൂസാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പരിചിതമല്ലാത്ത കമ്പനീസ് ഒന്നും തന്നെ ഇല്ല. എല്ലാം നമുക്ക് അറിയാവുന്ന കമ്പനീസാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസാണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് സ്ക്രീനിലില്ല എന്ന് മാത്രമാണുള്ളൂ. അല്ലാതെ
സ്റ്റോക്കുകൾ കളക്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.